ചെങ്ങായിമാർ അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ നീച്ച് കുളിച്ചു മാറ്റിയതിന്റെ ശേഷം നേരെ വിട്ടിട്ട് മദ്രസ പോകണില്ല. ചെക്കന്മാർ പറഞ്ഞു എനിക്ക് അങ്ങ് സാൻഡ്വിച്ച് വാങ്ങണം, അങ്ങോട്ട് വിട്ടോട് സോയിബേക്ക്. അവിടുന്ന് സാൻഡ്വിച്ച് വാങ്ങിയതിന്റെ ശേഷം നമ്മൾ നേരെ മദ്രസ ഇറക്കിയതിന്റെ ശേഷം നേരെ വിട്ട് കിച്ചണിൽ പോയി ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളെ ഫാറൂഖുബായി നാളെ നാട്ടിൽ പോകട്ടെ. അപ്പൊ അവന്റെ പെട്ടി കെട്ടെന്ന് പറഞ്ഞപ്പോ റെഡിയാക്കാൻ നിന്ന് അത് കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് മാമ വിളിച്ചിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാണ്ടിട്ടാ വണ്ടി സ്റ്റാർട്ടാക്കാൻ മറക്കല്ലോ മുരട്ടി നേരെ വിട്ട് അല്ലേന്ന് ഹോസ്പിറ്റലിൽ ചെങ്ങായിമാർ. ഹോസ്പിറ്റലിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് മാമ പറഞ്ഞത് നമ്മളെ ഹേലിയുള്ള ഗിഫ്റ്റ് മാർക്കറ്റിക്ക് പോട്ടെ, അവിടുന്ന് കസാലും അതേപോലെ ടേബിളൊക്കെ വാങ്ങാണ്ട് അതൊക്കെ വാങ്ങി വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇതിപ്പോ എങ്ങനെ ഇറക്കാന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മളെ കരിമ്പാന്റെ എൻട്രി വല്ലാത്ത ജാതി ഫിറ്റാക്കിന്റെ ശേഷമാണ് ബാബ പറഞ്ഞത് പള്ളി പോകാൻ ടൈം ആയിക്കട്ടോ മുരട്ടിയെ മറക്കലട്ടാ. ബാബാന്റെ വണ്ടി സ്റ്റാർട്ടാക്കി ബാബാന് വണ്ടിയിൽ കയറ്റിന്റെ ശേഷം നേരെ വിട്ടിട്ട് പള്ളിയിൽ പോയപ്പോ ഒരാൾ നാട്ടിൽ നിന്ന് വന്ന സങ്കടത്തിൽ ഇരിക്കണം. ആര് നമ്മള് മൂസക്കായിന്ന അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് എത്തി ഫുഡ് കഴിക്കലും കഴിഞ്ഞ് അവിടുന്ന് നേരെ വിട്ട് മദ്രസ പോയി വന്നതിന്റെ ശേഷം ഒറ്റ എടുത്ത 4 മണിക്ക് ബാബാന്റെ ഒരു വിളി നമുക്ക് ക്ലിനിക്കിൽ പോവാണ്ട് കണ്ണൊന്ന് കാണിക്കും. അത് കേൾക്കാൻ കാത്തിക്കേന്ന് വണ്ടിയാണ് സ്റ്റാർട്ടാക്കി ബാബാനും കയറ്റി നേരെ വിട്ടിട്ട് നമ്മള് ടൗണിക്ക് നൂലയാത്തിന്റെ അവിടെയുള്ള സുൽത്താൻ ക്ലിനിക്കിലായിട്ട് ചെങ്ങമര പോകും. അവിടെ പാർക്കിംഗ് ഫീസൊക്കെ ഇട്ട് നേരെ ഉള്ളിക്കണ് കയറിയപ്പോഴാണ് ഡോക്ടർ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അവിടെ നിന്ന് തിരിച്ച് പഴം വാങ്ങി നേരെ പച്ചക്കറി കടയിൽ പോയി പഴം വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴാണ് ബാബ പറഞ്ഞു എനിക്ക് പട്ടാട്ടസ് വേണം, നേരെ ഷോബയ്ക്ക് വിടുകയെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സാൻഡ്വിച്ചും വേണമെന്ന് പറഞ്ഞപ്പോ അവിടെ പോയി നല്ലൊരു സാൻഡ്വിച്ച് വാങ്ങിയിട്ടാ. ഷോബിന് സാൻഡ്വിച്ച് വാങ്ങാൻ മസാല സാൻഡ്വിച്ച് വാങ്ങിക്കോളി, മസ്റ്റ് ട്രൈ ആണ്, അടിപൊളിയാണ്. അങ്ങനെ റൂമിൽ പോയി കുറച്ചേറെ ഫോണുമ്പോൾ കളിച്ചിരിക്കുമ്പോൾ ബാബ പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കി നമുക്ക് പോവല്ലേ. നേരെ വണ്ടി സ്റ്റാർട്ടാക്കി നേരെ വിട്ട് പള്ളിയിൽ പോയിരിക്കുമ്പോഴാണ് സാക്കിർ ഭായി അവിടെ ഒരേ ഇരുത്തട്ടാ. ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും കൂടെ മുഖം നോക്കിയിരിക്കുമ്പോഴാണ് ഷിയാബ്ഖാന്റെ എൻട്രി സലാം പറഞ്ഞിട്ട് വീഡിയോ എടുക്കൊണ്ട് ഇപ്പൊ എപ്പോഴും സലാം പറിച്ചല്ല. അത് കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ നേരെ വിട്ട് മാമാന്റെ അനിയന്റെ വീട്ടേക്ക് അപ്പുറത്തുള്ള വീട് അടുത്ത് പണി കാത്തുക. ഓക്കെ ബൈ.